ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വാഴയിലയിൽ പൊള്ളിച്ചെടുത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീനിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന ഈ മീൻ പൊള്ളിച്ചത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ദശക്കട്ടിയുള്ള ഏതൊരു ഫിഷും ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ പൊള്ളിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 അയലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തലയോടുകൂടി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് വേസ്റ്റൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അല്പം കൂടുതലായിട്ട് തന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫിഷിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് മസാലപ്പൊടി ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ 1 ലെമണിൻ്റെ പകുതിയുടെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഈ മീനിൻ്റെ അകത്തൊക്കെ നന്നായിട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതലായിട്ട് മസാലപ്പൊടി എടുക്കണമെന്ന് പറയുന്നത്. വെളിച്ചെണ്ണ നമ്മൾ ഇതിലോട്ട് ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫിഷിൽ മസാല പിടിച്ച് കിട്ടും. ഇനി നമുക്ക് ഈ 2 ഫിഷിലും അകത്തും പുറത്തും ഒക്കെ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു കളറും കിട്ടും. നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മിനിമം ഒരു 15 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതിൽ ഉപ്പും മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അയലമീനിന് പകരമായിട്ട് നിങ്ങൾക്ക് ദശക്കട്ടിയുള്ള ഏതൊരു ഫിഷും എടുക്കാം. കരിമീൻ, ആവോലി, അയക്കൂറ ഇതുപോലുള്ള ദശക്കട്ടിയുള്ള ഏതൊരു ഫിഷും എടുക്കാം. ഇതേ സമയം ഞാനിവിടെ തക്കാളി, സവാള, പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ 2 തണ്ട് കറിവേപ്പില ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചൂടായ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ഫ്രൈ ആയി വരേണ്ട ആവശ്യമില്ല. 2 വശവും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മാത്രം മതി. ഇതിലോട്ട് 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടുത്ത വശവും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ തയ്യാറാക്കിയെടുക്കുന്ന അത്രയും ഫ്രൈ ആകേണ്ട ആവശ്യമില്ല. ഇത് ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇത്രയും മതിയാവും. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റിയിട്ട് സെയിം പാനിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഫിഷ് നമ്മൾ പൊള്ളിച്ചെടുക്കുന്ന ടൈമിൽ നന്നായിട്ട് കുക്കായിക്കോളും. ഫ്രൈ ചെയ്തതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. സവാളക്ക് മുമ്പായിട്ട് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാനുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഉലുവപ്പൊടിയും കടുക് പൊടിച്ചതുകൊണ്ട് അതാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉലുവപ്പൊടി ഇല്ലെങ്കിൽ ഈ ടൈമിൽ ഒരു 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ മസാല ടേസ്റ്റി ആവുള്ളൂ. അപ്പോൾ സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. ഇതിലോട്ട് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടി ഞാൻ വിട്ടുപോയതാണ്. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ചേർക്കുന്നത്. നമ്മൾ നേരത്തെ ഫിഷ് മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ കുറച്ച് മുളക് പൊടിയുണ്ട്, അതുകൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ മാത്രം ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്പം ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ വരെ കടുക് പൊടിച്ചതുമാണ് ചേർക്കുന്നത്. ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ മാത്രം മതിയാവും. ഇത് ഞാനിവിടെ കുറച്ച് കൂടുതലായിട്ട് ഉലുവയും കടുകും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ട് പൊടിച്ച് വെക്കുന്നതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ചെയ്യുമ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ വരെ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഈ ഫിഷ് മാരിനേറ്റ് ചെയ്ത മുളകിൻ്റെ പാത്രത്തിലോട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം മതിയാവും, വെള്ളം കൂടുതലായിട്ട് വേണ്ട. ഇനി ഈ മുളകോട് കൂടി തന്നെ ഞാൻ ഇത് മസാലയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പുളിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് വറ്റി വരണം. ആ ടൈം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇത് നന്നായിട്ട് കുറുകിയിട്ടല്ല വേണ്ടത്, നന്നായിട്ട് ഡ്രൈ ആയിട്ടല്ല, ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഈ മസാല വേണ്ടത്. എങ്കിൽ മാത്രമേ ഫിഷിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല. നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത ആ മുളകിൻ്റെ പാത്രത്തിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ഞാനൊന്ന് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചെറുതായിട്ടൊരു കുറവുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത്രയും മതിയാവും, ഇനിയും തിക്കാവേണ്ട ആവശ്യമില്ല. ഇത്രയും ഗ്രേവിയോട് കൂടി തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടല്ലോ, ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ വാഴയിലയിൽ പൊതിഞ്ഞെടുക്കണം. വാഴയില എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ടെടുക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ ചുരുട്ടിയെടുക്കുമ്പോൾ കീറിപ്പോവില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ മസാലയിൽ പൊതിഞ്ഞെടുക്കണം, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും മസാല വെച്ചിട്ട് ഈ ഫിഷ് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഫിഷ് പുറത്ത് നിന്ന് കാണാൻ പറ്റാത്ത വിധത്തിൽ ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. മസാല വെച്ച് കവർ ചെയ്തെടുക്കണം. കണ്ടല്ലോ, ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മളിത് തുറക്കുന്ന ടൈമിൽ ഈ കറിവേപ്പിലയുടെയും അതുപോലെ വാഴയിലയുടെയും ഒക്കെ ഫ്ലേവറായിട്ട് നല്ലൊരു കൊതിപ്പിക്കുന്ന മണമായിരിക്കും. അപ്പോൾ ഞാനിവിടെ വാഴയുടെ നാര് വെച്ചിട്ട് തന്നെയാണ് ഇതൊന്ന് കെട്ടിക്കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചെറിയൊരു നൂല് വെച്ചിട്ടും കെട്ടി കൊടുത്താൽ മതി. ഞാനിവിടെ വാഴയുടെ നാര് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കെട്ടിയതിന് ശേഷം ബാക്കിയുള്ളതും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് ഞാനിവിടെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് മറ്റതും പൊതിഞ്ഞെടുക്കാം. മസാല ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതും പൊതിഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് പൊള്ളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ പാനിൻ്റെ അടിവശം കരിഞ്ഞു പോവും, അതുകൊണ്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ പൊതി ഇതിലോട്ട് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോഴേക്കും നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ടൈമിൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം.
ഫ്ലെയിം കുറച്ച് കൊടുക്കാൻ മറന്നു പോകരുത്, ഇല്ലെങ്കിൽ ഇല അടിയിൽ വെച്ചിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ നല്ലൊരു പുകയൊക്കെ വരുന്ന ടൈമിൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടല്ലോ, അടിവശം നന്നായിട്ട് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. അധികം കരിഞ്ഞു പോവരുത്. ഇനി വീണ്ടും നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ 2 വശവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ. ഇനി ഇത് നമുക്കൊന്നുകൂടി തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 2 മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം മാത്രം പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇലയുടെ സ്മെല്ലും അതുപോലെ കറിവേപ്പിലയുടെ ടേസ്റ്റും ഒക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് ഈ മീൻ പൊള്ളിച്ചതിന്. അപ്പോൾ ഇതിവിടെ ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കെട്ടഴിച്ച് നോക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇലയുടെ സ്മെല്ലും അതുപോലെ കറിവേപ്പിലയുടെ സ്മെല്ലും മസാലയുടെ സ്മെല്ലും ഒക്കെ ആയിട്ട് നല്ല കൊതിപ്പിക്കുന്ന ടേസ്റ്റ് തന്നെയാണ്. ഈ മീൻ പൊള്ളിച്ചതാണ് നമ്മൾ വലിയ വില കൊടുത്തിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഇനി വലിയ കാശ് കൊടുത്തിട്ട് വാങ്ങിക്കാതെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി കഴിക്കുക. കണ്ടല്ലോ, കണ്ടാൽ തന്നെ അറിയാലോ എത്രത്തോളം ടേസ്റ്റിയാണെന്ന്. ഇനി ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഗാർണിഷ് കൂടി ചെയ്തെടുക്കാം. കുറച്ച് സവാള റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതും ഒരു ചെറുനാരങ്ങ കൂടി കട്ട് ചെയ്തിട്ട് മുകളിൽ വെച്ച് കൊടുക്കുക. കഴിക്കുന്ന ടൈമിൽ ഈ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് സവാളയൊക്കെ കൂട്ടി കഴിക്കാൻ ഒരു അപാര ടേസ്റ്റ് തന്നെയാണ്. ഞാൻ വെറുതെ പറയല്ല, തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുമല്ലോ. അതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരിലേക്ക് ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.